എന്താണ് മാച്ച് കാണാൻ വന്നയാ? മാച്ച് കാണാൻ വന്നപ്പോ തന്നെ സബ്സ്ക്രൈബേഴ്സ് വളഞ്ഞല്ലോ. ഇൻട്രോറാ? യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലൊരു മാച്ച് കാണാൻ വന്നിരിക്കുകയാണ്. അഗെയിൻസ്റ്റ് പഞ്ചാബ് FC. ജേഴ്സി എടുത്തിട്ടില്ല, കാരണം ഞാൻ 2-3 ദിവസമായിട്ട് കൊച്ചിയിലുണ്ട്. സോ എൻ്റെ ജേഴ്സി എല്ലാം ഇവിടെയാണ്. പിന്നെ ഇപ്പം ഇതായിട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഈ സീസൺ മേടിച്ചാണല്ലോ. സോ നന്ദുവിനോടൊപ്പമാണ് നമ്മൾ ഇന്നത്തെ മാച്ച് കാണാൻ പോകുന്നത്. പഞ്ചാബ് അടിച്ചു ഗൈസ്. Punjab FC second goal against Jordan. Let's go Blasters, let's go. Let's go Blasters, let's go. Save. Third goal. Third goal. സന്തോഷമല്ലോ. The final score for today's matches: Kerala Blasters FC 1 and Punjab FC. Play for that. Play for that. ഏതായാലും ഇന്നത്തെ മാച്ചിന് ശേഷം ഉണ്ടല്ലോ, സാധാരണ രീതിയിലുള്ള പോലെ നമ്മൾ വൈക്കിംഗ് ക്ലാപ്പ് ഒന്നും അടിച്ചല്ല അല്ലേ പ്ലേയേഴ്സിനെ വിട്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം? വളരെ ശോകവും അഭിപ്രായം തന്നെയാണ്. നമ്മൾ വളരെ ഇന്നും ബേസിക്കലി എല്ലാവർക്കും ഒരു ഭയങ്കര അയഞ്ഞ മട്ടമായിരുന്നു. സ്റ്റേഡിയം മൊത്തം ഒരു ശോകമായിരുന്നു. മീൻസ് ആളുകളുണ്ടായിരുന്നു, ഉള്ളവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നെങ്കിലും കളി തോറ്റതല്ല, നമുക്ക് പ്ലേയിങ് ഫോർ ദ ബാറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും മൊത്തം ആ ഒരു സാധനം ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവസാനം വൈക്കിംഗ് ക്ലാപ്പിന് വരെ നമ്മൾ ആ ഒരു സാധനം പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത്, യു ഷുഡ് പ്ലേ ഫോർ. അവസാനം നമ്മൾ എപ്പോഴും നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുന്ന രീതി ഒഴിവാക്കി. പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ടീമിന് കൊടുക്കാൻ പറ്റും. അവർക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. നമ്മളെപ്പോഴും അവസാനം പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് മാച്ചിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ഒരു അവരുടെ ആ ഒരു മനോഭാവം കണ്ട് കഴിഞ്ഞപ്പോൾ അതെ നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ഇപ്പം തോൽവി മാത്രമല്ല, ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാത്തതുകൊണ്ടാണ് ആ ഒരു ടീമിനെതിരെ ഇപ്പം സാധാരണ രീതിയിൽ അവർ വൈക്കിംഗ് ക്ലബ് എടുക്കാൻ നമ്മുടെ സ്റ്റാൻഡിലോട്ട് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ എങ്ങനെയാണ് അത് പ്രതികരിച്ചതെന്നുള്ളത്. ഇതുപോലുള്ളൊരു പ്രതികരണങ്ങൾ ആവശ്യമല്ലേ? സത്യത്തിൽ ആവശ്യമാണ്. ഇതുപോലൊരു പ്രതികരണമാണ്.
എന്നാലേ നമ്മളുടെ ഒരു സ്പേസ് നമ്മളത് കാണിച്ചു കൊടുക്കും. നമ്മളിങ്ങനെ തോറ്റാലും നിങ്ങൾ സപ്പോർട്ടിനുണ്ടാവും, വേറൊരു ഗെയിമിനുണ്ടാവും. പക്ഷേ ഇത് എന്താ പറയുക, ഞങ്ങൾക്ക് വിഷമം ഉണ്ടോ എന്നുള്ളത് വിളിച്ചു കൊടുക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഏതായാലും നമുക്ക് നെക്സ്റ്റ് മാച്ച് നോക്കാം. കഴിഞ്ഞ സെക്കൻഡ് ഫേസിലെ 2 മാച്ചസ് ആയിട്ട് ശോകമാണ്. പ്രത്യേകിച്ച് 2024 ശോകം കളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സെക്കൻഡ് ഫേസ് ISL നമുക്ക് എപ്പോഴും സെക്കൻഡ് ഫേസ് ശാപം ഉണ്ടല്ലേ? അതെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് ആ തുടക്കത്തിലെല്ലാം നല്ല രീതിയിൽ തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് ഇവാൻ്റെ ഒരു കരിയറിൽ അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ആകുമ്പോഴേക്കും കുറച്ച് ഡള്ളാവുന്ന സീനുണ്ട്. നമുക്കത് മറികടക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക്. അതെ, ഏതായാലും ഒരു ക്രൂഷ്യൽ സീസണാണ് ഇത്. തിരിച്ചു വരും. യെസ്, ബൈ. ബൈ. ഓ